ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SMKL04 വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ ദോശയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നല്ലതായിട്ടുള്ള ഒരു ചെറുപയറിൻ്റെ ദോശ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെ, ഞാനിവിടെ 2 കപ്പ് ചെറുപയറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചാണ്, ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. ആ ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിന് ഉലുവയും കൂടെ ചേർത്തിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് അളവിന് പച്ചരിയാണ്. നമുക്ക് റേഷൻ പച്ചരിയില്ല, അതാണേലും അല്ലെങ്കിൽ പൊന്നിയരി ആണേലും നല്ലതാണ്. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ദോശയ്ക്ക് വേണ്ടിയത്. ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. നമുക്ക് രാവിലെ ചെറുപയർ ദോശ കഴിക്കുന്നതാണെങ്കിലും നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ല ഒരു പ്രോട്ടീനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചരിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ദോശ കേട്ടോ. പച്ചരിയും ഉഴുന്നും ചേർക്കുമ്പോൾ നല്ലതായിട്ട് ഈ ദോശ നല്ല ക്രിസ്പി ആകും. കല്ലിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതേ നമ്മൾ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല. ഒരു 1/2 കപ്പിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചേർത്തേക്കുന്നത് കേട്ടോ, അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഒത്തിരി വെള്ളമായിട്ടില്ല, പക്ഷേ ഈ മാവിലേക്ക് ഇനിയും കുറച്ച് വെള്ളവും കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ട നല്ല കട്ടിയായിട്ടാണ് മാവ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ജാർ കഴുകിയ വെള്ളവും കൂടെ ശകലവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ജാറിൽ ശകല വെള്ളം ഒഴിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫെർമനൻ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് നേരെ അങ്ങ് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ് കേട്ടോ. ഓവർനൈറ്റ് സോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഫെർമനൻ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉപ്പുമൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള ഒരു ചമ്മന്തിയും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊന്നും അവിടെ വെച്ചേക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു പാനിലേക്ക് കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, ഒരു ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ആ ചുവന്നുള്ളി. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ താളിപ്പ് ചമ്മന്തിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ പറ്റിയൊരു ചമ്മന്തിയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ദോശയ്ക്ക് ശകലവും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നാലും നല്ല ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ദോശക്കല്ലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയൊന്നും തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. ദോശക്കല്ലിൽ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അല്ലാതെയുള്ള പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കിയത്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട നല്ല പെർഫെക്റ്റായിട്ട് നല്ല മുരിഞ്ഞ് അരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളി ദോശയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ദോശയൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലൊന്ന് ദോശ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാത്ത കുട്ടികളാണെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കും. പിന്നെ അവർക്ക് എന്നും ഇത് തന്നെ മതിയെന്ന് പറയും. അത്ര നല്ല ടേസ്റ്റിയാണ് ഈ ദോശയും ഈ ചമ്മന്തിയും കൂടെ. ഇവിടെ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചെറുപയർ ദോശ സാധാരണ ചെറുപയർ മാത്രമായിട്ട് അരയ്ക്കുന്ന ഇതിനകത്ത് പച്ചരി ഉഴുന്നും ഒക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചമ്മന്തിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം. അതെ, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.